എന്താണ് ഒരു സ്ഥിതി എന്ന് പറഞ്ഞുകൂടാ. ഒരു മീനിന്റെ പേരൊന്നും എനിക്കറിയില്ല. നമുക്ക് നോക്കാം. അതെ അതെ, പേരൊന്നും അറിയാത്ത മീന്. ഇങ്ങനെ നമ്മുടെ മിഷൻ ഫിഷ് സ്റ്റാർട്ടായിട്ടുണ്ട്. അതിങ്ങനെ കട്ട് ചെയ്യാണ്. ഇങ്ങനെ കട്ട് ചെയ്ത് കൊളവാക്കാതിരുന്നാ മതി. നൈസ ഒരു ട്രോള്, വീട്ടിലെ ട്രോളാണ്. ഇതൊക്കെ എല്ലാ വീട്ടിലും ഉള്ളതാണ്. നിങ്ങൾ കേൾക്കൂ. ഇത് എൻ്റെ മകൻ എനിക്കിട്ട് ട്രോൾ ചെയ്തതാണ്. തൊട്ടടുത്തുനിന്ന് വേറെയും പലരും ഫോട്ടോ ഒക്കെ എടുത്ത് കൂട്ടുന്നുണ്ട്. അല്ല, നൊത്തോലിയൊക്കെ ആണെങ്കിൽ അവർ നുള്ളിയല്ലേ. അതെ അതെ, അവനങ്ങ് കുളിപ്പിക്കുക. എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ? വിശ്വസിക്ക. വേണമെങ്കിൽ പഠിച്ചു വെച്ചോ. അല്ലാതെ ഭാവിയിൽ നല്ലതല്ല കഴിക്കണമെങ്കിൽ വാങ്ങിച്ചോണ്ടൊന്ന് വെട്ടിയൊക്കെ കൊടുക്കേണ്ടി വരും. അടുത്തിന് എനിക്കിട്ടോ വാങ്ങി. മീഡിയ എല്ലാം വന്നിട്ടുണ്ട്. പറ ഫ്ലാഷ് ചെയ്യണം. ഇന്നലാണോ അതെ, അതാ ചാനലിൽ നിന്ന് വന്നതാണോ എന്ന് അറിഞ്ഞൂടാ. അതാ വീട്ടിൽ നിന്ന് വന്നതോ. എൻ്റെ കഴുത്തിനെ അങ്ങ് കണ്ടിച്ചു. വേസ്റ്റുകൾ ഇങ്ങനെ മാറ്റാം. അവനവിടെ ഇരിക്കട്ടെ. ഇതിനകത്തുള്ള വേസ്റ്റുകൾ പുറത്തോട്ടെടുക്കുകയാണ്. എൻ്റെ വയറ് കീറി. വയറിനകത്ത് ഇത് ഫീമെയിലാണ്. ധാരാളം മുട്ടയുണ്ട്. അടിപൊളി. മീനുകളിലെ ഫീമെയിലാണ്. 2 മുട്ടയുണ്ട്. 2 മുട്ട ചരുവത്തിലോട്ട് വിക്ഷേപിക്കാം. ഭയങ്കര ഫ്രഷല്ല, എന്നാലും കുഴപ്പമില്ല. ഒരു മിനിറ്റ്, ഇതാ വരുന്നു. അങ്ങനെ നമ്മുടെ മീൻ തലയും വറുത്ത് ബാക്കി മുട്ടയും പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് ഗൈസ്. ഇതിൻ്റെ കറി വയ്ക്കുന്ന വീഡിയോസ് വരുന്നതാണ്. ബാക്കി വരുന്നതാണ്, വഴിയേ വരും. മുട്ട നമ്മുടെ തലയൊക്കെ തന്നെ രസമാണ് ഗൈസ്. വീണ്ടും കുളിപ്പിക്കുക.
പിന്നെ കടപ്പുറത്തൊക്കെ പോയാൽ നല്ല ഫ്രഷ് ഇത് ഇങ്ങനെയല്ല നല്ല ഫ്രഷായി കിട്ടും. പിടിച്ചുകൊണ്ടൊന്ന് ജീവനോടെ പിടിച്ചെടുക്കാം. ഈ കഴുത്തിൻ്റെ ഭാഗം കറക്റ്റ്. അങ്ങനെ വലിച്ച് പറക്കി എടുക്കുകയാണ് ഗൈസ്. ഇവനാണ് താരം. ഇവനെ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ഇവൻ്റെ സൈഡിനെ പോയി കളയുക. ചിലത് മുഴുവനായിട്ടിടും. നമുക്കത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് നമ്മളതിനെ വെട്ടി ഇടുകയാണ് ഗൈസ്. സൈഡ് മാറ്റുക. കത്തിയൊക്കെ വീട്ടിലുള്ള ഓൾഡ് കത്തിയല്ലേ, അതുകൊണ്ട് അത്രയും മൂർച്ചയെ കാണൂ. സാവധാനമൊക്കെ വെട്ടുക വീടുകളിൽ, ഇല്ലേ കൈയൊക്കെ എടുത്തുകൊണ്ട് പോകും. അതെ അതെ, സാവധാനത്തിൽ പഴഞ്ഞം കത്തി വെച്ച് പതുക്കെ മുറിക്കുക. ഒരു സൈഡൊന്ന് ചറക്കി പോയി കത്തിൻ്റെ. കറക്റ്റായി. ഓക്കെ, ഇവിടെ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യുക. കണ്ടോ, അപ്പോൾ ഈ പീസ് കിട്ടും. ഇതിൻ്റെ സൈഡിൽ നിന്ന് ഈ വേസ്റ്റൊക്കെ അങ്ങ് എടുത്ത് കളയുക. വേസ്റ്റ് ഇരുന്നാൽ കറിയുടെ രുചി പോവും. എല്ലാവരും വന്നല്ല കൂട്ടുകാരൊക്കെ, സ്ഥിരം പറഞ്ഞവര്. കാക്കകളെല്ലാം വന്നിട്ടുണ്ട്. ഇങ്ങനെ കിടക്കട്ടെ. അതാ അതിൻ്റെ ഒരു നിറം. വീഡിയോ എടുക്കണത് നമ്മളെ സണ്ണാണ്. ഏത് സണ്ണ്? ഇതെല്ലാം ഇങ്ങനെ വയ്ക്കുക. അതിൻ്റെ പുറന്തൊലിയെ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇതിൽ മീനാണെങ്കിൽ നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഗൈസ്. അടുപ്പിന് വൃത്തിയാക്കി കിടക്കണതേ ഉള്ളൂ. വെട്ടി പീസാക്കാനുണ്ട്. നമ്മളെ തലയൊക്കെ അറുത്ത് വെച്ചിരിക്കണമെന്ന് എന്താ രസം. കറി വയ്ക്കുമ്പോൾ ഡബിൾ രുചിയാണ്. എല്ലാത്തിനും അനുയോജ്യമായ മീനാണ്. പക്ഷെ ഇതിൻ്റെ സ്കിൻ എടുക്കാൻ പാടില്ല. എങ്കിൽ എന്ത് നടക്കും? സ്കിന്നെടുത്താൽ അതിൻ്റെ പുറത്തുള്ള ചേർ അതിൽ വീഴും. അപ്പോൾ അത് കറിയിലേക്ക് രുചി പോവും. ഫ്രൈക്ക് കുഴപ്പമില്ല, അത് മാറിപ്പോവും. പക്ഷെ ഇതൊക്കെ മാറ്റിയാണ് കട്ട് ചെയ്യേണ്ടത്. നല്ല ഫ്രഷാണെങ്കിൽ ഇവിടെ നല്ല റെഡായിരിക്കും. ഇതത്ര ഫ്രഷല്ല. എന്നിട്ട് പിന്നെ എൻ്റെ ഈ കണക്കിനങ്ങ് കണ്ടിക്കാം. അവൻ ഇങ്ങനെ എടുത്ത്, ഇതൊക്കെ നമ്മളെ വീട്ടിലെ കട്ടിങ്ങാണ്. കട്ട് ചെയ്യും. ഈ ഒരു പീസ് ഇങ്ങനെ പിടിച്ച് അത് ഞങ്ങൾ പാത്രത്തിലോട്ട് എടുക്കുക ആണ് പണി. ഫ്രൈ. അതെ അതെ, ഫ്രൈക്ക് വേണ്ടി മാറ്റി. ഫ്രൈയും ഇനി വരാൻ പോകുന്ന കറികളുടെ പാർട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുന്നു അല്ലേ? അതെ, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതെ അതെ, സഹകരിക്കുക. നിങ്ങൾക്ക് ഇതുപോലെ ഹൗസിലെ കട്ടിങ്ങും പാചകവും വെറൈറ്റി അച്ചാറും ഒക്കെ പുറകെ കാണാം. അതന്നെ, ജ്യൂസും
ജ്യൂസും എല്ലാം നമ്മള് ഒരേ ഒരാളല്ല 3 പേരായിട്ടാണ് ചെയ്യണേ. അതിൽ ഞാൻ ഇല്ല കേട്ടോ, ഞാൻ ഇങ്ങനെയുള്ള പൊടിക്കൈകൾ മാത്രമേ ഉള്ളൂ. കട്ടിങ് ബേസ് തിങ്സ് മാത്രമേ ഉള്ളൂ. കട്ടിങ്സ് ബാക്കിയെല്ലാം അമ്മയും ഞാനുമാണ്. വൈഫ് ചെയ്യാത്തോണ്ടാണ്. അത് വേറെ ഒരു കാര്യം. അവിടെ ഇരുന്ന് മോളുണ്ട്. ക്യാമറ അങ്ങോട്ട് തിരിക്കാൻ പറ്റണില്ല. ഇപ്പം കാണിക്കുന്നില്ല. ഫേഷ്യലും ചെയ്ത് അവിടെ ഇരിപ്പുണ്ട്. മോൻ കാണിച്ച് നാട്ടുകാരെ കാണിച്ചൊന്നും വേണ്ട. അതെ അതെ. ഒന്നാമത് ഈ വേസ്റ്റ് ഇത് വരാൻ പാടില്ല. സ്കിന്ന് പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യണം. എല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും നമ്മളെ പീസ് എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്യുന്നതിന് തന്നെ ഒരു പരുവായിക്കോളും. നല്ല ഏറ്റപ്പണി കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ ഒരു പണിയാ. അതെ അതെ. ലൈഫിലെല്ലാം ഇങ്ങനെ വരും പോകും. എല്ലാം പൊളിയൊന്ന് മാത്രം. എല്ലാം അങ്ങ് മാറ്റുകയാണ്. പീസായിട്ട് നല്ല നിറത്തോടെയാണ് കട്ട് ചെയ്യുന്നത്. കൂടുതൽ ഫ്രൈക്കാണ് ഗൈസ് മാറ്റി വയ്ക്കുന്നത് നമ്മൾ. എല്ലാ ഫിഷ് കട്ട് ചെയ്യണവർ ആദ്യമേ സ്കിന്നൊക്കെ മാറ്റും. നമുക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. അതെ, അതുകൊണ്ടാണ് ഇങ്ങനെ പോണത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വെട്ടാം. പിന്നെ ആദ്യം മാറ്റിയിട്ടോ രണ്ടാമത് മാറ്റാനോ എങ്ങനെ വേണമെങ്കിലും വെട്ടാം. ഏറ്റവും സിമ്പിൾ ആദ്യം മാറ്റാനാണ്. പക്ഷെ അതിനുള്ള പരിശീലനം ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല. ചെയ്താൽ നമുക്ക് പണി കിട്ടും. നമ്മളങ്ങനെ ലൈറ്റുമായിട്ടൊക്കെ വന്ന് ഇപ്പോൾ ഇരുട്ടാണ്. ഏകദേശം 6 മണി സമയത്താണ് ഈ മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്നത്. പോയപ്പോൾ നല്ല ഇങ്ങനെ സാധനം ഇരുന്ന് എടുത്തോണ്ട് വന്നു, വാങ്ങിച്ചു, കറി വെച്ചു. ചില്ല കട്ട് ചെയ്യണതേ ഉള്ളൂ. വയ്ക്കുന്നതൊക്കെ വീട്ടിലുള്ളവർ തന്നെയാണ്. നമുക്ക് ഇതിനകത്തൊരു ബന്ധവുമില്ല. അതെ. കട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ എല്ലൊക്കെ നീക്കിയാൽ കുറച്ച് അതിൻ്റെ ഉള്ളിൻ്റെ ശല്യം കുറഞ്ഞിരിക്കും. അടുത്ത പീസ് കുറേ നേരം എടുത്ത് ഇത് വെട്ടാൻ പറ്റും. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തീർന്നവരെ കാണുക. കാരണം ഇത് ഹൗസ് മേഡ് കട്ടാണ്. പരിചയമില്ലാത്ത ആണുങ്ങൾക്ക് ഇതുപോലെയൊക്കെ മീൻ വെട്ടാം വീട്ടില്. പതിമൂന്ന് മിനിറ്റിന് മുമ്പ് തുടങ്ങിയ വീഡിയോ ആണ്. ഇതുവരെയ്ക്കും ഒന്നും ആയിട്ടില്ല. ഇപ്പോഴും പകുതി ഇതാ തുടരും. അതുപോലെ എടുക്കുന്നത് അടുത്തെല്ലാം ഫ്രൈക്കാണ്. കറിക്കുള്ളത് ഇതാ ഇങ്ങനെ ഇരിക്കുകയാണ്. അടുത്തിന് ഫ്രൈ. മോനെ ഫ്രൈ. ഇതുപോലെയുള്ള വേസ്റ്റ് കംപ്ലീറ്റ് കളയണം ഫിഷിൻ്റെ. അതൊരിക്കലും മീനിനകത്ത് വരല്. ഒന്നാമത് മീനിൻ്റെ ടേസ്റ്റ് പോവും. ഉണ്ടോ, ഈ വേസ്റ്റ് കംപ്ലീറ്റ് പോയിട്ട് ഫിഷിൻ്റെ ഇവിടെ മാത്രമാകണം. എന്നിട്ട് ഇതാ ഇപ്പോൾ കറിക്ക് എല്ലാം അങ്ങോട്ട് നീക്കുക. ഉണ്ടോ, നല്ല ഉരുളൻ ഉപ്പേരി പോലത്തെ പീസ് വന്നല്ലോ. എന്നിട്ട് അർത്ഥം പോലും അറിയാതെയാണ് പറയുന്നത് ഗൈസ്. അതൊന്നും വിഷയമില്ല. അറിഞ്ഞാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ഇത് വരും. ഇതുപോലത്തെ പീസ് കണ്ടോ, ഹൽവ പോലെ മുറിച്ചെടുക്കുക. ഇത് ഫ്രൈക്ക് അങ്ങോട്ട് മാറ്റുക. ഉണ്ടോ, ഇത് ഞാൻ വേണ്ടി രാത്രി കാണിക്കാം. ഇതുണ്ട്, ഇതുപോലെ ഹൽവ പോലെ മുറിച്ച് പീസ് മാറ്റുക. അതെ, ഇതെല്ലാം ഫ്രൈക്കല്ലേ? എല്ലാം ഫ്രൈക്ക് തന്നെ. പിന്നീട് കറിയായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ ഫ്രൈക്ക് വെട്ടുന്നു. അത്രേ ഉള്ളൂ. ആ വ്യത്യാസം ഇതിനകത്തുള്ളൂ. ഈ മീനിൻ്റെ പേരറിയാമെന്നുള്ളവർ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം എനിക്ക് ഈ മീനിൻ്റെ പേരറിയില്ല. അപ്പോൾ ഞാനീ കണ്ടാൽ വാങ്ങും എന്നുള്ളതല്ലാതെ
ഈ ഫിഷിൻ്റെ എല്ലാ ഫിഷിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ചോദിച്ചുമില്ല അവരുടെ അടുത്ത് തിരക്കാരൻ ചന്തയിൽ. അപ്പോൾ നിങ്ങൾ തന്നെ ഈ മീനിൻ്റെ പേരറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അതിനേക്കാളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. നിങ്ങളിങ്ങനെ സബ്സ്ക്രൈബൊക്കെ തന്നാൽ ഇതുപോലെയുള്ള വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് വിടും. നിങ്ങൾക്ക് ഉപയോഗപ്രദമായിരിക്കും. അതെ, നിങ്ങൾക്ക് ഉപയോഗപ്രദം. ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ അർത്ഥങ്ങളിൽ ചെന്ന് ചാടുന്നവർക്ക് ഉപയോഗപ്രദമായിരിക്കും. അതെ 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 അതെ. അവിടെ ഒരു കണ്ണിമാക തന്നെയാണ് എൻ്റെ അമ്മ. വല്ല പണിയില്ലാതെ ഫേഷ്യലും ചെയ്ത് ഇത് തന്നെ അവിടെ പണി. ഉള്ള പൈസ എത്രയും തീർക്കുക, അതാണ് എൻ്റെ അമ്മയുടെ പണി. ഇതുപോലെ എടുക്കുക, അതിൽ നിന്ന് ഈ വേസ്റ്റ് നീക്കി കളയുക. പീസാക്കുക. ഉണ്ടാക്കുക. ഇപ്പോൾ ഇത് വീഡിയോ കവർ ചെയ്യണത് ക്യാമറാമാൻ നമ്മുടെ മകനാണ്. അവൻ്റെ സ്ക്രിപ്റ്റാണ് പുറകിൽ നിന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും പോയി പിന്നെ വേരുത്, അല്ലാതെ പറഞ്ഞതാണ്. ആ ചുമ വീട്ടിലെ ഭഗവതിയുടെയാണ്. വണ്ടിയുടെ പുറത്ത് ചാരി ഇരുന്ന് ചുമക്കുകയാണ്, കട്ടിങ് നോക്കിയിരുന്നിട്ട്. സ്കിന്ന് കറക്റ്റാണ് റിമൂവ് ചെയ്യണം, ഇല്ലെങ്കിൽ പറ്റാതെ അതിലുള്ള വേസ്റ്റ് ഇതാണ്. അടുത്ത പീസ് ഇങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഫ്രൈയാ കറിയാ? ഫ്രൈ സാമ്പാർ ഇരിക്കുന്നത് ഫ്രൈ, നാളെ കറി. അപ്പോൾ ഇന്ന് ഫ്രൈ ആണ് ഗൈസ്. അപ്പോൾ ഫ്രൈ ചെയ്യണ വീഡിയോ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. ഇന്നെന്ന് പറയുന്നില്ല, എപ്പോഴെങ്കിലും സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടുകയാണെങ്കിൽ മാത്രം. അവിടെ നിന്ന് ഡയലോഗ് കേട്ടു, ഫ്രൈ എന്ന് പറയുന്ന ജോലി എൻ്റെ തലക്കിട്ടു. അതെ അതെ. അപ്പൊ ഇന്നെല്ലാം സ്പോൺസർ ബൈ. കൂട്ടിയിടുന്നതൊക്കെ പുള്ളിക്കാരിയാണ് കേട്ടോ. അപ്പൊ ബേസ് വൈസസ് മൈ മദർ. ടേസ്റ്റ് നമ്മള് കൂട്ടിയൊക്കെ ഇട്ട അത്ര ടേസ്റ്റ് വരില്ലല്ലോ. പാർട്ടായിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ഗൈസ്. അങ്ങനെ എല്ലാ പീസുകളും ഇതായിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 20 മിനിറ്റോളമായി വീഡിയോ തുടങ്ങിയിട്ട്. കട്ട് ചെയ്തിട്ടില്ല, എഡിറ്റ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തില്ല. എല്ലാം ലൈവ് വിഷ്വൽസാണ്. ഒന്നും നിങ്ങൾക്ക് A to Z കാര്യങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. ഒരു എഡിറ്റിംഗ് ഇല്ല, ഒന്നുമില്ല. ഈ കട്ടിങ്ങിൽ ഒരു സ്കിപ്പിങ്ങും വരുത്തിയിട്ടില്ല, ഇനി വരുത്താനും പോണില്ല. അതേപോലെ തന്നെ ചെയ്യുകയാണ്. എന്നിട്ട് വീണ്ടും ഓർമ്മിക്കുന്നു, നിങ്ങൾ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക, ഷെയർ ചെയ്യുക. നിങ്ങളും ഇത് പരിശീലിക്കുക. ജീവിക്കണമെങ്കിൽ, നല്ലതെങ്കിൽ വീടുകളിൽ ഇത് പരിശീലിക്കുക. ഒരു പരിശീലന കളരിയായി മാറട്ടെ വീഡിയോ. എങ്കിൽ നിങ്ങൾക്ക് നല്ല ഭക്ഷണം കഴിക്കാം. അല്ലെങ്കിൽ നിങ്ങളെല്ലാം നൊത്തോലി ചാളയൊക്കെ തന്നെ നുള്ളി കഴിക്കേണ്ടി വരും. അതൊക്കെ അവർ നുള്ളുള്ളൂ.
അതെ അതെ. അതൊരു ഇതല്ല, വലിയ മീന് പൊതുവെ വളരെ അപൂർവം വീടുകളിലുള്ളവർ കട്ട് ചെയ്യാറുള്ളൂ. എൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാൻ പോവുകയാണ് വീണ്ടും വീണ്ടും വീണ്ടും. എത്രാമത്തെ സമയമാണെന്ന് അറിഞ്ഞൂടോ, കുറേ പീസുകളായിട്ടുണ്ട്. ഞാൻ അതെല്ലാം കാണിച്ചു തരാം. ഇതാ കറിക്കും ഫ്രൈക്കും ബാക്കി ഇത്രേ വലയുള്ളൂ. വേസ്റ്റും എല്ലാം ആയിട്ടുണ്ട്. എല്ലാം ഭാഗത്തിന് മാറ്റി മാറ്റി വെച്ച് ഇത്രയും മാറ്റിയെടുത്തു. വീണ്ടും 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 അതാ അടുത്ത പീസ്. ലാസ്റ്റ് 2 പീസാണ്. അല്ല എല്ലുള്ള സ്ഥലമാണ്. കത്തിയൊക്കെ കൈ കൊള്ളാതെ സൂക്ഷിക്കുക. അറിഞ്ഞുകൂടാത്തവരൊക്കെ വെട്ടുമ്പോൾ ശ്രദ്ധിക്കുക. അങ്ങനെ വാലിൻ്റെ പീസ് അങ്ങനെ ഇപ്പോൾ വീഡിയോ കൊണ്ട് നീങ്ങി ചെറുതായിട്ട് ഒന്ന് ദേഹത്തോട്ടൊന്ന് തെറിച്ചിട്ടുണ്ട്. ക്യാമറയിലൊന്ന് തെറിച്ചിട്ടുണ്ട്. അത് കുഴപ്പമില്ല. അതെ, ഫാദറിന് എന്താണ് കുഴപ്പമുള്ളത്? സ്കിപ്പ് ചെയ്യാതെ നമ്മൾ ലാസ്റ്റ് പീസ് വരെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതല്ലേ ലാസ്റ്റ് പീസ്? അതെ, ഇത് തന്നെ ലാസ്റ്റ് പീസ്. എല്ലായി വേസ്റ്റ് അടക്കം നിങ്ങളെ കാണിച്ചു. ഫൈനൽ പീസാണ്. നോക്കിക്കോളൂ ഇതെങ്ങനെയാണ് സ്കിന്ന് റിമൂവ് ചെയ്യണേ. ഇങ്ങനെ ആകുമ്പോൾ സ്കില്ലായി വളരും, നന്നായിട്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ടഫായിരിക്കും. വേസ്റ്റ് എല്ലാം എടുത്ത് മാറ്റുകയാണ്. നമ്മളെ ഇതിനകത്തോട്ട് ഫോക്കസ് ചെയ്താലോ. മീനുകളെല്ലാം ലൈവ് വിഷ്വൽസ് ആയിട്ട് വെട്ടി 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 പീസായിട്ട് വലിയ പേരിന് കൊണ്ടുവന്നത്. ഇത്രയെല്ലാം മാറ്റിയപ്പോൾ ഇനി ഇത് നിങ്ങളൊന്ന് നിറച്ച് കണ്ടോളൂ. ഇതാണ്ടോ, ഇതുപോലെ പീസാക്കി എടുക്കുക. ഇതാണ്ടോ ഉണ്ടല്ലോ, ഇത് ഇത് കറിക്കുള്ള ഉണ്ട്. എല്ലുകളെല്ലാം ഇങ്ങനെ വന്നു കറിക്കുള്ളത്. ഇനി ഇത് ഫ്രൈ കൂട്ടിയിടുന്ന വീഡിയോയും മറ്റു കാര്യങ്ങളൊക്കെ പുറകിൽ നിന്ന്